ഹലോ ഫ്രണ്ട്സ്, ഹോം മെയ്ഡ് ഫേഷ്യൽ സ്ക്രബ് എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ള വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. നമുക്ക് വെറും 3 ഇൻഗ്രീഡിയൻസ് മതി നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഫേസ് സ്ക്രബ് പ്രിപ്പയർ ചെയ്യാം. ചെറിയൊരു തക്കാളി എടുത്തിട്ട് അത് പകുതിയായിട്ട് കട്ട് ചെയ്യാം. വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് ഈ ഒരു സൈസ് മതിയാവും. നമുക്ക് ഒരു ഫേസിൽ മാത്രമായിട്ടാണെങ്കിൽ നമുക്ക് ഈ ഒരു സൈസ് മതിയാവും. അതുപോലെ ഒരു ചെറിയ പാത്രത്തിൽ 1 സ്പൂൺ പഞ്ചസാര ഒരു നാച്ചുറൽ എക്സ്ഫോളിയേറ്ററാണ്. അപ്പോൾ നമ്മൾ പഞ്ചസാരയും അതുപോലെ അതിൻ്റെ കൂടെ മുൾത്താണി മിട്ടി 1 സ്പൂണും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ ഇതിൻ്റെ കൂടെ ചെറിയൊരു ഗ്ലിസറിനും കൂടി ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ആലോവേറ ജെൽ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യാം. ബാക്കിയുള്ളവർക്ക് ഈ ഒരു 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ഇത് ഈ പഞ്ചസാരയും മുൾത്താണി മിട്ടിയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മുൾത്താണി മിട്ടിയുടെ പൗഡർ ആണ് യൂസ് ചെയ്തേക്കുന്നത്. അതിൽ തക്കാളി നമ്മൾ മുക്കിയിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ കയ്യിലോ ഫേസിലോ നമുക്ക് നന്നായിട്ട് സ്ക്രബ് ചെയ്യാം. ഒരു 2 മിനിറ്റ് നമുക്ക് ഇതുപോലെ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ സ്കിന്നിലുള്ള ഡെഡ് സെൽസും അതുപോലെ പിഗ്മെൻറ്റേഷനും എല്ലാം അപ്പോൾ തന്നെ മാറും. ഇത് ലേഡീസിനും ജെൻസിനും ഒരേപോലെ യൂസ് ചെയ്യാവുന്നതാണ്. അത് നമ്മൾ താടിയുള്ളവരാണെങ്കിൽ താടിയുടെ പുറത്ത് ഇത് ചെയ്താലും മതി. മുടി വളരാനും താടി നന്നായിട്ട് വളരാനും നമ്മളിപ്പോൾ ഈ നാരങ്ങയും നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഇതുപോലെ തക്കാളിക്ക് പകരം നാരങ്ങയും യൂസ് ചെയ്യാം സ്ക്രബ് ചെയ്യാൻ നേരത്ത്. നന്നായിട്ട് ഇങ്ങനെ നമുക്ക് സ്ക്രബ് ചെയ്ത് കൊടുത്ത് ഒരു 2 മിനിറ്റ് നേരം നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ ഒരു ഷൈനസ് നമുക്ക് ഫീലാവും. ഇത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് ഈ ഒരു ഡിഫറൻസ് ഞാൻ കാണിച്ചു തരാം. ഈ സ്ക്രബ് ചെയ്ത കൈയും അല്ലാതെ മറ്റേ അപ്പുറത്തെ കൈയും തമ്മിലുള്ള ഡിഫറൻസ് കാണിച്ചു തരാം. ഇൻസ്റ്റൻ്റായിട്ട് തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും. നമ്മൾ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കൈ ഉണങ്ങാൻ വയ്ക്കുകയൊന്നും വേണ്ട. സ്ക്രബ് ചെയ്ത് ഒരു 2 മിനിറ്റ് സ്ക്രബ് ചെയ്തിട്ട് ഉടനെ തന്നെ നമുക്ക് തണുത്ത വെള്ളത്തിൽ കഴുകി കളയാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഈ ഒരു ഡിഫറൻസ് കാണിച്ചു തരാം. ഇതിപ്പോൾ 2 മിനിറ്റോളം നമ്മൾ സ്ക്രബ് ചെയ്തിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഇത് വാഷ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഈ വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള ഡിഫറൻസ് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. സ്ക്രബ് ചെയ്ത കൈയും സ്ക്രബ് ചെയ്യാത്ത കൈയും തമ്മിലുള്ള ഡിഫറൻസ്. ഇതൊരു ഇൻസ്റ്റൻറ്റ് റെമഡി ആയിട്ട് നമുക്ക് കിട്ടും ഇതിൻ്റെ റിസൾട്ട്. അപ്പോൾ ഇത് വീഡിയോ ഇഷ്ടമായെങ്കിൽ നേച്ചർ 360 ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.